ഹായ് ഗായ്സ്, എല്ലാവരുടെയും ആഗ്രഹമാണ് ഫേസ് നല്ല രീതിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട്. നമ്മുടെ ഫേസിൽ ഒരു കറുത്ത പാടോ കുത്തോ ഒന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആവാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് നിറം വെക്കാനും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നിറം വെക്കാനെന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം നമുക്ക് വരുന്ന ഒരു കളറാണ് നമ്മുടെ സായിപ്പന്മാരുടെ കളറ് അല്ലേ. നമുക്കൊരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല കേട്ടോ. ഏത് DIYs ആണെങ്കിലും അതുപോലെ തന്നെ ഏത് ക്രീംസ് ആണെങ്കിലും അഥവാ അങ്ങനെ ക്രീംസിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റുവാണെങ്കിൽ കൂടി അത് നമുക്ക് പിന്നീട് ഒത്തിരി ദോഷങ്ങൾ ഉണ്ടാക്കും. അത്രയും തന്നെ ഹാർഷായിട്ടുള്ള കെമിക്കൽ ബ്ലീച്ചിങ് ആണ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അന്നേരം റിസൾട്ട് ഉണ്ടെങ്കിലും അത് നിർത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം വലുതായിരിക്കും. എന്നോട് പേഴ്സണലായിട്ട് നമ്മുടെ സെയിൽ ചെയ്യുന്ന ആ ഒരു നമ്പറിലേക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദയവായിട്ട് പറയണം, ഏതിലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്ന ഒരു കാര്യത്തിലും പോയി നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക. മാക്സിമം ഒരു 2-3 ഷെയ്ഡ്സ് കിട്ടോ, അത്രയും നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലത്തെ DIYs ആണെങ്കിലും നല്ല ക്രീമൊക്കെ ആണെങ്കിലും നമുക്കൊരു 2-3 ഷെയ്ഡ്സ് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാം. ചിലർക്ക് അതൊരു കൂടിയെന്നിരിക്കാം, ഒരു 1-2 ഷെയ്ഡ് കൂടി എക്സ്ട്രാ കൂടിയെന്നിരിക്കാം. ഇനി അതല്ല, എനിക്ക് നല്ല രീതിക്ക് വെളുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ ചികിത്സ പോലത്തെ ട്രീറ്റ്മെൻറ്റ് ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ്. ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ചെയ്യാം. പക്ഷെ എന്താണ്, നമുക്ക് പിന്നീട് ചെറിയ രീതിക്ക് പണി കിട്ടാനെങ്കിലും ചാൻസ് അതിനകത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ ഇതുപോലത്തേക്ക് DIYs ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മനസ്സിൽ ആ ഒരു ചിന്ത വേണം. നമുക്ക് ഒരിക്കലും സായിപ്പിനെ പോലെ ആവാൻ പറ്റില്ല. നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് നമുക്ക് ആവശ്യം. ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും അതുപോലെ നമ്മുടെ സ്കിന്ന് ചെറിയ രീതിക്ക് ഒരു ബ്രൈറ്റ്നെസ്സും ഗ്ലോയിങ്ങും പാടുകളൊന്നും ഇല്ലാതെ ക്ലിയർ സ്കിന്നാണ് നമുക്ക് വേണ്ടത്. അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നമ്മളിത് പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കൂടെ എന്നും ഉണ്ടാവുന്നത്. അതല്ലാതെ ഒരാഴ്ച ചെയ്തിട്ട് നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ചെയ്ത് നിർത്തിയിട്ടോ എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, ഒരു തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു റെമഡി ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് തക്കാളി കേട്ടോ, വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതിയാകും. അപ്പോൾ ഞാനൊരു കുഞ്ഞ് തക്കാളി എടുത്ത് നല്ല രീതിക്ക് കഴുകി അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു തക്കാളി നന്നായിട്ട് മിക്സി ബൗളിനകത്തിട്ട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കണം. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അതല്ല, നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തക്കാളിയെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുക്കണം. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി കൊണ്ടുവരാം കേട്ടോ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് അത്ര മാത്രം മതിയാകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു തക്കാളിയിലകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് അത്രമാത്രം നമുക്ക് റിസൾട്ട് തരുന്ന ആൾക്കാരാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ പോകാനായിട്ടും അതുപോലെ തന്നെ മുഖക്കുരു വരാതെ ഇരിക്കാനും, മുഖക്കുരു വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാനും അതിൻ്റെ പാടുകളെല്ലാം പോയി നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആക്കി കൊണ്ടുവരാനായിട്ടും ഈ ഒരു തക്കാളി നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കി കിട്ടും. നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു തക്കാളിക്കകത്ത് വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ C അറിയാമല്ലോ, നമ്മുടെ ഫേസിലുണ്ടാവുന്ന പാടുകളെല്ലാം റിമൂവ് ആക്കി നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഒരു വൈറ്റമിൻ C ഹെൽപ്ഫുള്ളാണ് കേട്ടോ. വൈറ്റമിൻ C മാത്രമല്ല, ഇതിനകത്ത് Kയും Aയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ അതുപോലെ അങ്ങ് ചെയ്തു വരാം. എന്നതിന് ശേഷം അരിപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു ജ്യൂസിനങ്ങ് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഷംനൂസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ അലോവേര ജെല്ലാണ്. ഇത് ഞാനിവിടെ 1 ടീസ്പൂൺ, കുഞ്ഞ് ടീസ്പൂൺ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മളിത് ഈ ഒരു ജ്യൂസ് തണുത്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ചൂടോടുകൂടിയിട്ട് ആരും ചേർക്കരുത് കേട്ടോ. ഇനി എനിക്കൊരു ജെല്ലിനെ പറ്റി ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ താഴെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഇതിനൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ആ ഒരു വാട്സപ്പിനകത്തേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് കാറ്റലോഗ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ സെയിലാക്കുന്ന 11 പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ ജെല്ല് തൊടുവാണെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാവും. അത് എത്ര ഗ്രാമാണ്, എത്ര രൂപയാണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് എന്നതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ആദ്യം കണ്ട് മനസ്സിലാക്കുക. എന്നതിന് ശേഷം എനിക്കൊരു ഹായ് തരുവാണെങ്കിൽ, നിങ്ങൾ എന്ത് മെസ്സേജ് ആയിക്കോട്ടെ, ഒരു മെസ്സേജ് നിങ്ങൾ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് 2 മെസ്സേജ് നിങ്ങൾക്ക് വരും കേട്ടോ. മിക്കവാറും എല്ലാവർക്കും 2 മെസ്സേജ് വരും അല്ലെങ്കിൽ 1 മെസ്സേജ് വരും. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ടാവും. അതിനുള്ള റീപ്ലൈ ആദ്യം നിങ്ങളവിടെ കൊടുത്തു വയ്ക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പും അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്നും ഡിസ്ട്രിക്ട് ഏതാണെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള റീപ്ലൈ നിങ്ങൾ ആദ്യം കൊടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് വരും. ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അതിനുള്ള റീപ്ലൈ അവിടെ കൊടുത്തു വയ്ക്കുക. ഞാൻ കാണുന്ന നേരം നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ടൊമാറ്റോ ടോണർ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോണർ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫേസിലും കയ്യിലും കഴുത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ദിവസം 2 നേരം വെച്ച് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും തന്നെ നിർത്തരുത്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഇനി ഓൾറെഡി പിമ്പിൾസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി എടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള സീഡ്സ് മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സീഡ്സ് മാറ്റിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക.